ഹലോ WICC ഫാമിലി, ദൈവകൃപയിൽ നിറഞ്ഞ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഞായറാഴ്ച കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടി ജോയിൻ ചെയ്യുവാൻ കഴിയുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ WICC മലയാളം സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കുവാനുള്ള സമയമാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വർഷം ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് സകലത്തിലും ജയം തരുന്ന കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ കരങ്ങളടിച്ച് ഹല്ലേലൂയ യേശുയുടെ വിശ്വസ്തത ഓർത്ത് യേശുവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി നാഥായേ യേശുവേ. ചേർന്ന് പറയാം, പതറുകയില്ല, പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായ. ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാതിരിച്ചാലെതിരായി പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ. മുൻപിൽ ചെങ്കടലാതിരിച്ചാലെതിരായി പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൈ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായ. ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുളയെതിരായെറിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. എരിയും തീച്ചുളയെതിരായെറിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. ആമേൻ. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിടും അന്ത്യം വരെ. ആമേൻ. നന്ദി നാഥാ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അങ്ങേ ആരാധിക്കുന്നു രാജാവേ.
ഹല്ലേലൂയ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. ആമേൻ. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവധി വന്നിടിലും ആമേൻ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാൽ നടത്തിടും അന്ത്യം വരെ. ആമേൻ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാൽ നടത്തിടും അന്ത്യം. ചേർന്ന് പറയാം. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും ആമേൻ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവധി വന്നിടിലും ആമേൻ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാൽ നടത്തിടും അന്ത്യം വരെ. ആമേൻ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാൽ നടത്തിടും അന്ത്യം വരെ. ആമേൻ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാൽ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാൽ നടത്തിടും അന്ത്യം വരെ. ഹല്ലേലൂയ. കുഞ്ഞാട്ടിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും ഇന്ന് ഈ വലിയവനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആർപ്പോടെ സന്തോഷത്തോടെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ചാടി തുള്ളി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ശുദ്ധനായി തീർന്നു തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാ സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മഹത്വം രക്ഷകാ സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദെനിക്കു. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ. എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും, സാനന്ദം പാടിടും ശ്രീ യേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിടും, സാനന്ദം പാടിടും ശ്രീ യേശുരാജൻ മുൻപാകെ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ
നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജമോഹം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. മനോഹരമാം സീയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും. അന്നു ഞാൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും, സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുൻപാകെ. ആനന്ദം കൂടിടും, സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുൻപാകെ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ശങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും. ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സെന്നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സെന്നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സെന്നാളെല്ലാം നന്ദിയോടടി വണങ്ങും. യേശു എത്ര നല്ലവൻ, നമ്മുടെ രക്ഷ, നമ്മുടെ കോട്ട. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. ആമേൻ. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ,
യേശു മാറുകില്ല. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ, ഓഹോ യേശു മാറുകില്ല. ചെന്ന് പറയാം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ആമേൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഹല്ലേലൂയ. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ. ഓ യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ. ഓ യേശു എൻ്റെ സ്നേഹിതൻ. നന്ദിനാഥ. യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. നീ മാത്രം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. പറഞ്ഞാട്ടെ. ഓ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്നേക്കോ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. നീ മാത്രം മതി യേശുവേ. നമ്മൾ അങ്ങനെ ആശ്രയിക്കുന്നു. യേശുവേ നീ മാത്രം നമ്മുടെ കോട്ട, നമ്മുടെ പരിച. യേശു മാത്രം മതി രാജാവേ. നന്ദി നാഥ, നന്ദി നാഥ, നന്ദി നാഥ. യേശുവേ നന്ദി നാഥ, നന്ദി നന്ദി യേശുവേ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. യേശുവിൻ നാമത്തിൻ ആരാധന, രാജാധിരാജാവിൻ ആരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന.
കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ, കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേക്കു തുല്യനായ ആരും ഇല്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ, നീയാണെൻ ദൈവമേ എൻ പിതാവേ. അങ്ങേക്കു തുല്യനായ ആരും ഇല്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ, നീയാണ് ദൈവമേ എൻ പിതാവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങയുടെ ഈ വലിയ നാമത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കുന്നവനെ, അപ്പോൾ ഞങ്ങളുടെ ഓരോ വീടുകൾക്കകത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും സൗഖ്യം കൊണ്ടും കർത്താവെ നിറയ്ക്കുന്ന ദൈവമാകയാൽ അപ്പാ അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ. ഈ പുതിയ വർഷത്തിൽ കർത്താവെ ഞങ്ങൾ മുന്നോട്ടെടുക്കുന്ന ഓരോ സ്റ്റെപ്പുകൾക്കകത്തും കർത്താവെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ, ദൈവത്തോട് കൂടെ സഞ്ചരിക്കുവാൻ അപ്പാ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഇന്നത്തെ ഈ വർഷിപ്പിൽ കർത്താവെ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്തോഷവും നിറഞ്ഞു എന്ന് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അപ്പാ താങ്ക് യു അപ്പാ. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവെ. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു പിതാവേ. താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തെ ചേർന്ന് ആരാധിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ നാമം ഉയർത്താം. ഹല്ലേലൂയ. കർത്താവെ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. യേശുവിൻ്റെ നാമം, ശ്രീ യേശുവിൻ്റെ നാമം അതിശയ നാമമാകുന്നുവല്ലോ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ. നമുക്ക് ബൈബിളിലെ ഈ വാക്യം ശ്രദ്ധിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കുക,
ഇത് ദൈവം തന്നെ ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു വാക്യമാകുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇന്ന് ദൈവം നാം ഈ വാക്യം കേൾക്കുവാനായിട്ട്, ഈ വാക്യം ഒരിക്കൽ കൂടെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു വാഗ്ദത്തമാകുന്നു. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറകോട്ടോ അല്ലെങ്കിൽ ഒരു പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് നിങ്ങൾ സ്വീകരിച്ചാട്ടെ. ദൈവം തന്നെ ഇപ്രകാരം പറയുന്നു, എന്നെ നീ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിങ്ങൾ അല്പകാലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, പ്രാർത്ഥനകൾക്ക് ഒരു ഫലം നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഇത് ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് നിങ്ങൾ സ്വീകരിച്ചാട്ടെ. നിങ്ങൾ ഇപ്പോൾ തന്നെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവം നിങ്ങൾക്ക് ഉത്തരമരുളും. അതുമാത്രമല്ല, ഈ വാക്യം ഇപ്രകാരം നീ അറിയാത്ത മഹത്വം അഗോചരവുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനുള്ള പദ്ധതികളെക്കുറിച്ച്, ദൈവം നിങ്ങളെക്കുറിച്ച് കണ്ടിരിക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ച്, ദൈവത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിവുള്ളതിനെക്കുറിച്ച്, മഹത്വം അഗോചരവുമായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഈ നാളുകളിൽ ചെയ്യുമാറാകട്ടെ. കർത്താവെ, ഇന്ന് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കൂടെ ആത്മാവിൽ ഞാൻ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രിയപ്പെട്ടവരുടെ ഉത്തരം അരുളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വാഗ്ദത്തത്തോട് വിശ്വസ്തത പുലർത്തുന്നവനാകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിമേൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അല്പം പോലും ഒരു ആചാരമാകാതെ, എന്നാൽ വലിയ വിശ്വാസത്തോടുകൂടെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് എനിക്ക് ഉത്തരമരുളും എന്നുള്ള ഉറപ്പോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിയാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിലേക്ക് നിങ്ങൾ കയറിയാട്ടെ. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുമാറാകട്ടെ. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ഇരമ്യാവ് കാവൽപുരമുറ്റത്ത് തടവിലാക്കപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന യഹോവയുടെ അരുളപ്പാടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, എത്രമാത്രം പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിലും ശരി, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട്, നിങ്ങളുടെ വിളി കേട്ട് നിങ്ങൾക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈ സമയം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു. പ്രസീത എന്നൊരു പേര് ദൈവം എൻ്റെ ആത്മാവിൽ കാണിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി പ്രസീതയുടെ കുടുംബത്തിൽ സംഭവിക്കുമാറാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സൗഖ്യത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി ഇന്ന് ദൈവമുഖത്തേക്ക് നോക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ വരുമാറാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ സകലവിധമായിട്ടുള്ള അലർജി രോഗങ്ങളെയും സൗഖ്യമാക്കുമാറാകട്ടെ. ആസ്മാറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും, എല്ലാ അസുഖങ്ങളെയും, ടെൻഡൻസീസിനെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഇപ്പോൾ തന്നെ വരുമാറാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ നന്മ എന്നേക്കുമുള്ളത്, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്, എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആരാധനാ സമയങ്ങളായിരുന്നു കർത്താവ് നമുക്ക് തന്നത്. നിങ്ങളെല്ലാവരും തന്നെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദാസനിൽ കൂടി മിനിസ്ട്രിങ് ടൈമിൽ ദൈവം നിങ്ങളോട് ശക്തമായി സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം പറഞ്ഞ ഓരോ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം വൻ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അത് വിശ്വസിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം നമുക്ക് ഈ ആഴ്ചകളിൽ ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും ആഘോഷിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രിയപ്പെട്ടവർക്ക് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, അനുഗ്രഹീതമായിട്ടുള്ളൊരു വർഷം കൂടി നീ അവർക്ക് കൊടുത്തിരിക്കുന്നുവല്ലോ കർത്താവെ. അപ്പോൾ ഈ വർഷം കർത്താവെ മേൽക്കുമേൽ നന്മയും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ. ദൈവകൃപയിൽ നിറഞ്ഞുകൊണ്ട് അവർക്ക് ശുശ്രൂഷിപ്പാനും കർത്താവ് ഏത് മേഖലയിലാണോ നിൽക്കുന്നത് അവിടെ കർത്താവിൻ്റെ സാക്ഷികളായി നിൽപ്പാനും ദൈവരെ സഹായിച്ചാട്ടെ. കർത്താവെ, ദൈവത്തിൻ്റെ ഫലത്താൽ അവരെ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഓരോ ദിവസവും വളരുവാനും പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ട്
അവർക്ക് മുന്നോട്ട് പോകുവാനും ദൈവം അവരെ സഹായിച്ചാട്ടെ. വലിയൊരു സമാധാനത്താലും സന്തോഷത്താലും കർത്താവ് വിശ്രമത്താലും അവരെ നിറച്ചാട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സഭയുടെ മേൽ ദൈവം തന്നിരിക്കുന്ന സകലവിധമായ അനുഗ്രഹങ്ങളാലും ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവെ, വളരെ കർത്താവെ ഫലപുഷ്ടിയുള്ളവരായി കർത്താവ് ഈ വർഷം ദൈവം കൊടുത്തിരിക്കുന്ന ഈ നാളുകൾ ഓരോന്നും കർത്താവിനായി നന്നായിട്ട് പ്രയോജനപ്പെടുവാൻ അവരെ സഹായിച്ചായിട്ട് അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ദൈവിക സന്ദേശങ്ങളാണ് ഈ ദിവസങ്ങൾ ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ഇനിയും ഈ മെസ്സേജുകൾ അനേകരിലേക്ക് എത്തപ്പെടേണ്ടതാണ്, അനേകർ അനുഗ്രഹിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഈ മെസ്സേജുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദൈവിക സന്ദേശവുമായിട്ട് ബ്രദർ വിജി അബ്രഹാം നമ്മുടെ മധ്യയുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കുക. ദൈവത്തിൻ്റെ ദാസനിൽ കൂടി ദൈവം പറയുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അത് കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Praise the Lord. ദൈവത്തിന് മഹത്വം. It's an honor and privilege to bring the word of the Lord. ദൈവത്തിന്റെ വചനം ഒരിക്കൽ കൂടെ കൊണ്ടുവരുവാൻ കഴിയുന്നത് വലിയൊരു ബഹുമാനമാകുന്നു. With so much happening around us, people have gone weary and not sure what to look forward to. ഇന്ന് നമ്മുടെ ചുറ്റുപാടും പലവിധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികൾ അവർ പ്രയാസത്തിലൂടെ കടന്നുപോയി ഇനി മുന്നോട്ട് എന്ത് ആഗ്രഹിക്കണം ആശിക്കണം എന്നറിയാതെ ആയിരിക്കുന്നു. But for those who believe in the Lord and our Savior Jesus Christ, the situation is very different. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാഹചര്യങ്ങൾ തീർത്തും വ്യത്യസ്തമായിരിക്കും. Because our Lord is an unchanging God. കാരണം നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാകും. He is an eternal God. ദൈവം നിത്യമായ ദൈവമാകും. He is the one who was and who is to be forever and ever. ദൈവം ആദ്യം മുതൽ എന്നേക്കും നിലനിൽക്കുന്ന ദൈവമാകും. And because of him we have a strong foundation and a deep sense of security. ഈ ദൈവ മുഖാന്തരം നമ്മുടെ അടിസ്ഥാനം ഏറ്റവും ഭദ്രവും അതോടൊപ്പം തന്നെ നമുക്ക് വളരെ ആഴത്തിലുള്ള സുരക്ഷിതത്വവും നാം അനുഭവിക്കുന്നു. With everything going so different, so wild around, നമ്മുടെ ചുറ്റും വളരെ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെല്ലാം നടന്നു പോകുമ്പോൾ we can be very sure his goodness and mercy will follow us all the days of our life. നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ ജീവിതത്തിന്റെ നാളുകളൊക്കെയും ദൈവത്തിന്റെ നന്മയും കരുണയും നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. We can be very confident that he is with us and he will never forsake us. നമുക്ക് ഉറപ്പോടുകൂടെ വിശ്വസിക്കാം, ദൈവം എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഉണ്ട്. ദൈവം നമ്മെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. Be it experiencing the glory of God on the mountain, or even if we are walking through the valley of shadow of death, he will never leave us nor forsake us. നിങ്ങൾ മലമുകളിൽ ദൈവത്തിന്റെ തേജസ് അനുഭവിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ താഴ്വരയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിലും ശരി, ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. With everything going so wild around us, we still have the surety that all things works for good
for those who love Jesus. നമുക്ക് ചുറ്റും കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നടക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ദൈവം സകലത്തെയും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും, തന്നെ സ്നേഹിക്കുന്നവരുടെയും തനിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരുടെയും ജീവിതത്തിൽ. We can be very sure that our God is a sovereign God. നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ ദൈവം പരമാധികാരമുള്ള ദൈവമാകും. He is the same God who said, I have numbered the hair on your head. നിങ്ങളുടെ ഓരോ തലനാരിഴയും ഞാൻ എണ്ണിയിരിക്കുന്നു എന്ന് പറയുന്ന അതേ ദൈവം തന്നെയാകുന്നു ഈ ദൈവം. He is the same God whose nature we can totally trust. നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയുന്ന സ്വഭാവമുള്ള ദൈവം തന്നെയാകുന്നു ഈ ദൈവം. We can totally trust His promise. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. And we can totally trust on His purposes. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പദ്ധതികളെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയും. And this Almighty God is inviting us to a place of rest. ഈ ബലവാനായിട്ടുള്ള ദൈവം നമ്മെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ഷണിക്കുന്നു സ്വസ്ഥതയുടേതായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക്. As we heard for the last few weeks, rest is the promise of God for our lives. നാം കഴിഞ്ഞ അല്പ ആഴ്ചകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വസ്ഥത നമുക്കുള്ള വാഗ്ദത്തമാകും. Rest is not the absence of work, is what we heard. നാം കേട്ടത് സ്വസ്ഥത എന്ന് പറയുന്നത് വേലയുടെ അഭാവമല്ല, It is working from the rest of God. അത് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നിന്ന് പ്രവർത്തിക്കുന്നതാകും. By doing the will of God and by dwelling in the presence of God. ദൈവഹിതം ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ ദൈവ സാന്നിധ്യത്തിൽ വസിച്ചുകൊണ്ടും. Rest is a state of being. സ്വസ്ഥത എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാകും. And in that state we experience freedom from many things. ആ സ്ഥാനത്ത് നാം പലവിധ കാര്യങ്ങളിൽ നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. Freedom from toil, from strain, from strife, from drudgery. കഠിനമായിട്ടുള്ള വേലയിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രയാസപ്പെടുന്ന അനുഭവങ്ങളിൽ നിന്നും വളരെ ദുഷ്കരമായിട്ടുള്ള വേലയിൽ നിന്നുമെല്ലാം നമുക്ക് സ്വസ്ഥതയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. Rest is experiencing freedom from panic, anxiety, weariness, heavy laden, burnout, and so on and so forth. അതോടൊപ്പം തന്നെ സ്വസ്ഥത എന്ന് പറയുന്നത് ഭയത്തിൽ നിന്നും ആകുലതയിൽ നിന്നും വളരെ കഠിനമായിട്ട് യത്നിക്കുന്ന ആ അനുഭവത്തിൽ നിന്നും എല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതായിട്ടുള്ള സമയമാകുന്നു. And whenever we hear these words that I just said, ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ നാം എപ്പോഴെല്ലാം കേൾക്കുന്നുവോ we immediately correlate it with work. നാം അതിനെ എപ്പോഴും ചേർത്ത് പറയുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് വേലയുമായിട്ടാകും. Because most of the time our work or our work environment is where we experience toil, strain, and the stress and the burnout and so on and so forth. പലപ്പോഴും നാം ഈ രീതിയിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നാം നേരിടുന്നത് നമ്മുടെ ജോലിയിലോ അല്ലെങ്കിൽ ജോലിയുടേതായിട്ടുള്ള അന്തരീക്ഷത്തിലോ ആകുന്നു. So the moment we hear the word rest, we think of how to disconnect from work. അതുകൊണ്ട് സ്വസ്ഥത എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നാം ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെ ജോലിയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം എന്നാകുന്നു. How to get away from that work environment. എങ്ങനെ ആ ജോലിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാം എന്നാകുന്നു. But rest is not the absence of work. എന്നാൽ സ്വസ്ഥത എന്ന് പറയുന്നത് ജോലിയുടെ അല്ലെങ്കിൽ വേലയുടെ അഭാവമല്ല. Rest is operating out of the presence of God. എന്നാൽ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാകും. What do we refer to when we say work? നാം ജോലി അല്ലെങ്കിൽ വേല എന്ന് പറയുമ്പോൾ നാം എന്തുദ്ദേശിക്കുന്നു? Work includes everything that your hand finds to do. നിങ്ങളുടെ കരം കാണുന്നത് അല്ലെങ്കിൽ ചെയ്യുവാൻ കഴിയുന്നത് എല്ലാത്തിനെയും വേല എന്ന് നമുക്ക് നിർവചിക്കാം. It could be common chores at home, or the business that you're running, or your day job, or even your ministry. അത് ചിലപ്പോൾ നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതായിട്ടുള്ള ജോലികളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളാകാം, ശുശ്രൂഷയാകാം. And for anyone who is experiencing these words that we just said, നാം ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ ഏതെങ്കിലും അതിലൂടെ അനുഭവിച്ചു പോകുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, I want to read Matthew chapter 11 verse 28 for you. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But Jesus is saying, come to me, all who are weary and burdened, I will give you rest. ഇവിടെ യേശു പറയുകയാകുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. That's the heart of the Father, to give us rest. അതാകുന്നു പിതാവിൻ്റെതായിട്ടുള്ള ഹൃദയം നമുക്ക് സ്വസ്ഥത നൽകുവാനായിട്ട്. So we don't run away from our work, but we run to Jesus
for rest. അതുകൊണ്ട് നാം ജോലിയിൽ നിന്ന് മാറി ഓടിപ്പോകുകയല്ല ചെയ്യേണ്ടത്, എന്നാൽ നാം വിശ്രമത്തിനായിട്ട് അല്ലെങ്കിൽ സ്വസ്ഥതയ്ക്കായിട്ട് യേശുവിന്റെ അടുക്കലേക്ക് നാം ഓടിച്ചെല്ലണം. And that's why he's saying, come to me. അതുകൊണ്ടാകുന്നു യേശു പറയുന്ന എന്റെ അടുക്കൽ വരുക. Because Jesus is the only one who gives us rest in the work that we do. നാം ചെയ്യുന്ന വേലയിൽ നമുക്ക് സ്വസ്ഥത നൽകുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമാകുന്നു. Today we're going to learn together to work from the place of rest. ഒരു സ്വസ്ഥതയുടേതായിട്ടുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് എപ്രകാരം വേല ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നാം ഒന്നിച്ച് ഇന്ന് പഠിക്കുവാൻ പോകുന്നു. But first I want to clarify the purpose of work. എന്നാൽ ആദ്യമായിട്ട് വേലയുടേതായിട്ടുള്ള പദ്ധതി എന്തെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയട്ടെ. 2 Thessalonians chapter 3 verse 12. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു. Now such person we command and exhort in the Lord Jesus Christ to do the work in quietness and to earn their own living. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം എന്ന കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. So the purpose of work is to make a living. അപ്പോൾ വേല ചെയ്യുന്നതിനായിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ പദ്ധതി എന്ന് പറയുന്നത് ജീവിക്കുവാനാകുന്നു. Proverbs 31 verse 27. സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. She looks well to the ways of her household and does not eat the bread of idleness. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു, വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. The purpose of work is to provide for our household. നമ്മുടെ വേലയുടേതായിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് നൽകുവാനാകും. In fact, 1 Timothy chapter 5 verse 8 says, 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. you must listen to this. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. If anyone does not provide for his relatives and especially for his own family, he has disowned the faith and is worse than an unbeliever. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. So why do we work? The purpose of work is to provide for our household. അങ്ങനെയെങ്കിൽ നാം എന്തിനു വേണ്ടി വേല ചെയ്യുന്നു? നമ്മുടെ കുടുംബത്തിന് വേണ്ടി നൽകുവാൻ കരുതുവാനായിട്ട് നാം വേല ചെയ്യുന്നു. Ephesians 4:28. എഫെസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. Let the thief no longer steal, but rather let him labor, doing honest work with his hands, so that he may be able to give to those in need. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. So why do we work? To bless others. അപ്പോൾ നാം എന്തിനു വേണ്ടി വേല ചെയ്യുന്നു? മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ. Proverbs chapter 13 verse 11. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. Wealth hastily gotten will dwindle, but he who gathers little by little will increase it. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. So why do we work? To increase in wealth. അപ്പോൾ നാം എന്തിനു വേണ്ടി വേല ചെയ്യുന്നു? നാം നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായി വേല ചെയ്യുന്നു. So everything that your hand finds to do, നിങ്ങളുടെ കരം എന്ത് ചെയ്യുവാനായിട്ട് സാഹചര്യമുണ്ടായി കാണുന്നുവോ, there is a purpose behind it. അതിനു പുറകിൽ ഒരു വലിയ പദ്ധതിയുണ്ട്. To make it living, ഒരു ജീവിതത്തിനായിട്ട്, to provide for our household, നമ്മുടെ കുടുംബത്തിനായിട്ട് നൽകുവാനായിട്ട്, to bless others, മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനായിട്ട്, and to increase in wealth. അതോടൊപ്പം തന്നെ സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട്. This looks very commonsensical. ഇത് വളരെ പൊതുവായിട്ടുള്ള നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാകും. There is no super spiritual stuff in this. ഇതിനകത്ത് ആത്മീയമായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. So whatever your hand finds to do it with all your strength. അതുകൊണ്ട് നിങ്ങളുടെ കരം ചെയ്യുവാൻ എന്തെല്ലാം കാണുന്നുവോ കണ്ടെത്തുന്നുവോ അത് നിങ്ങളുടെ പൂർണ്ണ ശക്തിയോടുകൂടെ നിങ്ങൾ ചെയ്യുക. But refusing to work is to be disobedient. എന്നാൽ വേല ചെയ്യുവാനായിട്ട് താല്പര്യമില്ലായ്ക എന്ന് പറയുന്നത് അത് അനുസരണക്കേടാകും. 2 Thessalonians chapter 3 verse 10 says, if anyone will not work, let him not eat. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, വേല ചെയ്യുവാൻ കൂട്ടാക്കാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. Work is God's design for us. വേല എന്ന് പറയുന്നത് ദൈവത്തിന്റെ നമുക്ക് വേണ്ടിയുള്ള പദ്ധതിയാകുന്നു, അല്ലെങ്കിൽ രൂപകൽപ്പനയാകുന്നു. But he doesn't want work to get into a drudgery. എന്നാൽ അത് കഠിനമായിട്ടുള്ള വളരെ ദുഷ്കരമായിട്ടുള്ള അനുഭവമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. But he wants you to work from the position of rest. എന്നാൽ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും വേല ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Let me read an excerpt from the book, The Me I Want to Be. The Me I Want to Be എന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകം, അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ആ തലക്കെട്ട് ഇങ്ങനെയാകുന്നു, ഞാൻ ആകുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ. ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. The author John Ortberg writes like this. അതിന്റെ ഗ്രന്ഥകാരനായിരിക്കുന്ന ജോൺ ഓട്ട്ബർഗ് ഇപ്രകാരം എഴുതുന്നു.
Most of the heroes in the Bible had what we think of a secular vocation. ബൈബിളിലെ നായകന്മാർക്ക് പ്രധാനപ്പെട്ട എല്ലാവർക്കും തന്നെ ഒരു ജോലി ഉണ്ടായിരുന്നു. Isaac developed real estate. ഇസഹാക്ക് ഒരു റിയൽ എസ്റ്റേറ്റുകാരനായിരുന്നു. Jacob was a rancher. യാക്കോബ് വലിയ രീതിയിൽ ഒരു ഇടയനായിരുന്നു. And Joseph was a government official. യോസേഫ് ഒരു സർക്കാർ തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. And he was in charge of agriculture, economy, and immigration policies. കൃഷി, സാമ്പത്തികം, അതോടൊപ്പം തന്നെ വ്യക്തികളുടെ വരവ് പോക്ക്, ഇതിന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചുമതലക്കാരനായിരുന്നു. Moses spent 40 years as a sheep herder. മോശ 40 വർഷത്തോളം ഒരു ഇടയനായിട്ട് താൻ ജീവിച്ചു. Esther won a beauty pageant എസ്തർ ആണെങ്കിൽ ഒരു സൗന്ദര്യ മത്സരത്തിൽ ജയിച്ചു. and then went on to a government service. അതിനുശേഷം ഒരു സർക്കാർ ഉദ്യോഗസ്ഥത്തിലേക്ക് പ്രവേശിച്ചു. David worked in animal husbandry, the military, and the statecraft. ദാവീദാണെങ്കിലോ മൃഗസംരക്ഷണം, പട്ടാളം, അതോടൊപ്പം തന്നെ ഭരണകൂടത്തിന്റെ നയതന്ത്രജ്ഞനുമായിരുന്നു. Daniel was an immigrant who attended Babylon's version of Oxford University. ദാനിയേൽ ആണെങ്കിലോ ബാബിലോണിന്റേതായിട്ടുള്ള ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിച്ചതുപോലെ കുടിയേറി വന്നവനായിരുന്നു. And then he went on to become a prime minister. അതിനുശേഷം താൻ അവിടുത്തെ പ്രധാനമന്ത്രിയായി. Lydia was a successful businesswoman in textile. ലിഡിയ ആണെങ്കിലോ വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന തുണിയുടേതായിട്ടുള്ള വസ്ത്രത്തിൻ്റെതായിട്ടുള്ള വ്യാപാരിയായിരുന്നു. Paul was a tent maker. പൗലോസ് ആണെങ്കിൽ കൂടാരത്തിൻ്റെതായിട്ടുള്ള പണിക്കാരനായിരുന്നു. And the ultimate expression of how much God values work was Jesus being the carpenter. ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ദൈവം വേലയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്ന നാം കാണുന്നത് യേശുവിനെ ഒരു ആശാരിയാക്കി എന്നുള്ളതിലൂടെ കാണാൻ കഴിയും. As children of God, we don't refuse to work. നാം ദൈവമക്കളായിരിക്കുമ്പോൾ നാം വേല ചെയ്യുന്നതിന് അല്പം പോലും ഒരു മടി കാണിക്കാൻ പാടില്ല. But we must refuse to work outside of rest. എന്നാൽ സ്വസ്ഥതയ്ക്ക് പുറത്ത് വേല ചെയ്യുന്നതിൽ നാം തീർച്ചയായിട്ടും നാം അങ്ങനെ ചെയ്യാൻ പാടില്ല. We must refuse to work in the worldly order. ലോകപരമായിട്ടുള്ള ക്രമത്തിനനുസരിച്ച് ജോലി ചെയ്യുവാൻ നാം ഒരിക്കലും തയ്യാറാകരുത്. We must refuse to work out of stress, out of anxiety, out of drudgery. ആകുലതയോ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിൽ വേല ചെയ്യുന്നത് അത് നാം ചെയ്യുവാനായിട്ട് തയ്യാറാകരുത്. God wants you to work, ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ വേല ചെയ്യണമെന്നാകുന്നു. and He wants you to work from the position of rest. അതോടൊപ്പം തന്നെ സ്വസ്ഥതയുടേതായിട്ടുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. Some of you, if you do not have anything to work on, നിങ്ങളിൽ ചിലർക്ക് ഇപ്പോൾ വേല ചെയ്യുവാനായിട്ട് ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ I want to encourage you, find something to work on. ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഇപ്പോൾ താല്പര്യപ്പെടുത്തുന്നു, നിങ്ങൾ എന്തെങ്കിലും വേല ചെയ്യുവാനായിട്ട് കണ്ടെത്തിയാട്ടെ. Be it physical work, studies, taking care of things at home. Do not be lazy, but put your hands to work. അത് ചിലപ്പോൾ ശാരീരികമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, പഠനമായിരിക്കാം, എന്തെങ്കിലും കാര്യത്തെ ഭവനത്തിൽ ക്രമീകരിക്കുന്നതായിരിക്കാം. നിങ്ങൾ മടി കൂടാതെ നിങ്ങൾ വേല ചെയ്യുവാൻ തീരുമാനിച്ചാട്ടെ. Today we're going to look at how to work from the position of rest. ഇന്ന് സ്വസ്ഥതയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ വേല ചെയ്യാം എന്നുള്ളത് നാം കാണുവാൻ പോകുന്നു. The first thing that I want you to remember, നിങ്ങൾ ഓർക്കുവാനായിട്ട് ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം, you are worth more than your work. നിങ്ങളുടെ വേലയേക്കാൾ നിങ്ങൾ എത്രയോ അമൂല്യമാകുന്നു. I want you to think about this question. ഈ ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. How would you react if your annual performance report was shared with your family and your friends? നിങ്ങളുടെ ഒരു വർഷത്തെ ജോലിയുടേതായിട്ടുള്ള ആ പ്രകടനത്തിന്റെ റിപ്പോർട്ട് നിങ്ങളുടെ കുടുംബവുമായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കും? How would you feel if your progress report was shared with your family and friends? നിങ്ങളുടെ പുരോഗതിയുടേതായിട്ടുള്ള റിപ്പോർട്ട് അതും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും നിങ്ങളുടെ കുടുംബവുമായിട്ടും പങ്കുവെക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? What would be your reaction if your balance sheet, your sales report was emailed to your friends and family? നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ വിൽപ്പനയുടേതായിട്ടുള്ള റിപ്പോർട്ട് ഇതെല്ലാം നിങ്ങളുടെ കുടുംബവുമായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? Would that make you glad? അത് നിങ്ങൾക്ക് സന്തോഷം നൽകുമോ? Because it would create a good impression about you? അത് നിങ്ങളെക്കുറിച്ച് നല്ല ചില ചിന്തകൾ അവർക്ക് നൽകുമോ? Or would that freak you out? അതോ അത് നിങ്ങളെ ഭയപ്പെടുത്തുമോ? That they would never look at you the same manner? അവർ ഇപ്പോൾ നിങ്ങളെ കാണുന്ന രീതിയിൽ ഇനി ഒരിക്കലും ചിന്തിക്കില്ലല്ലോ എന്നാണോ നിങ്ങൾ ഇപ്പോൾ കരുതുന്നത്? Your response is an indicator how much your work determines your self-worth. നിങ്ങളുടെ പ്രതികരണം വെളിപ്പെടുത്തുന്ന ഇതാകുന്നു, വേലയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ജോലിക്ക് നിങ്ങളിൽ എത്രമാത്രം മൂല്യം നിങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. You are worth more than your work. നിങ്ങളുടെ വേലയേക്കാൾ എത്രയോ അധികം നിങ്ങൾക്ക് മൂല്യമുണ്ട്. Your work does not define you. നിങ്ങളുടെ വേലയല്ല നിങ്ങളെ നിർവചിക്കുന്നത്. You are not your work. നിങ്ങൾ നിങ്ങളുടെ ജോലിയല്ല. You are not your job title. നിങ്ങൾ നിങ്ങളുടെ ജോലിയുടേതായിട്ടുള്ള തലക്കെട്ടല്ല. You are
so much more than that. നിങ്ങൾ അതിനേക്കാൾ എത്രയോ കൂടുതലാകും. When God looks at you, ദൈവം നിങ്ങളെ നോക്കുമ്പോൾ He is excited about you. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ ആവേശമുണ്ട്. There is a place and position for work, but when He looks at you, He has got a different thinking about you. തീർച്ചയായിട്ടും ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. എന്നാൽ ദൈവം നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ആവേശത്തോടുകൂടെ ദൈവം നിങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നു. You are created in God's image. ദൈവത്തിന്റെ സ്വരൂപത്തിൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. You are fearfully and wonderfully made. ദൈവം മനോഹരമായും ഭയങ്കരമായും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. So much so that Jesus chose to leave heaven to come and save you and me. യേശുക്രിസ്തു സ്വർഗം വിട്ട് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനായിട്ടുള്ള ആ തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം നാം അത്രയും വിലയുള്ളവരാകും. And Jesus decided to live like a servant to make us acceptable in His kingdom. യേശു തൻ്റെതായിട്ടുള്ള രാജ്യത്തിൽ നമുക്ക് സ്വീകാര്യത ലഭിക്കുവാനായിട്ട് ഒരു ദാസനെ പോലെ ഇവിടെ ജീവിക്കുവാൻ തീരുമാനിച്ചു. And He decided to die on the cross to redeem you and me into His family. എന്നെയും നിങ്ങളെയും തന്റെ കുടുംബത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. And He resurrected to give us the hope that one day we will resurrect like Him. യേശു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് അപ്രകാരം യേശുവിനെ പോലെ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്നുള്ള ആശ നമുക്ക് നൽകുകയുണ്ടായി. And He valued you and me so much that He sent His comforter to be with us forever. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് മേലുള്ള ദൈവത്തിന്റെ വലിയ വില ദൈവം വെളിപ്പെടുത്തുകയാകും. And He's gone to prepare a place for you and me. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കുവാനായിട്ട് യേശു പോയിരിക്കുന്നു. You are worth more than your work. നിങ്ങളുടെ വേലയേക്കാൾ നിങ്ങൾ എത്രയോ അധികം വിലയുള്ളവരാകുന്നു. Anytime we derive our self-worth and identity from our work, നമ്മുടെ മൂല്യവും അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ജോലിയിൽ നിന്ന് നാം എടുക്കുവാൻ എപ്പോഴെങ്കിലും ശ്രമിക്കുമ്പോൾ we are working outside the position of rest. നാം സ്വസ്ഥതയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് നാം വേല ചെയ്യുന്നു. When we work outside of the position of rest, it will make us ambitious. അതോടൊപ്പം തന്നെ സ്വസ്ഥതയുടെ പുറത്തുനിന്ന് നാം വേല ചെയ്യുമ്പോൾ അതിന് നമുക്ക് വലിയ ആഗ്രഹങ്ങൾ കൊണ്ടുവരും. That could bring in fear, അത് ചിലപ്പോൾ ഭയം കൊണ്ടുവരാം, sometimes pride, ചില സമയത്ത് അഹങ്കാരം, sometimes jealousy, ചിലപ്പോൾ അസൂയ, and then the uncertainty. അതോടൊപ്പം തന്നെ വ്യക്തതയില്ലായ്മ. And because of all this, it could lead to stress and exhaustion and burnout. ഇതെല്ലാം കാരണം നമുക്ക് സമ്മർദ്ദവും അതോടൊപ്പം തന്നെ വളരെ വലിയ ദുഷ്കരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും. The Lord is inviting you today ഇന്ന് ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാകുന്നു to anchor your self-worth and identity on Him നിങ്ങളുടേതായിട്ടുള്ള മൂല്യവും നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വവും ക്രിസ്തുവിൽ ഉറപ്പിക്കുവാനായിട്ട്. and position your work out of the rest that He provides. അതോടൊപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള വേലയെ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വസ്ഥതയിൽ നിന്നുകൊണ്ട് ആയിരിക്കുവാൻ ചെയ്യുവാനായിട്ട് ദൈവം സ്വാഗതം ചെയ്യുന്നു. James chapter 3 verse 16 says, "For where jealousy and self-ambition exist, there is disorder and every evil thing." യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. That's a place of unrest. അത് വലിയ കലക്കത്തിൻ്റെതായിട്ടുള്ള സ്ഥാനമാകുന്നു. We will never have the assurance of self-worth if we run after job titles. നാം ജോലിയുടേതായിട്ടുള്ള പദവികൾക്ക് പുറകെ നാം ഓടിക്കൊണ്ടിരുന്നാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള മൂല്യത്തെക്കുറിച്ച് ഒരു സുരക്ഷിതത്വം ഉണ്ടാകുകയും, Or maybe ambition or growing up the ladder or getting into the rat race. അല്ലെങ്കിൽ എപ്രകാരം ഈ ഒരു ഓട്ടത്തിൽ കയറുവാനായിട്ടോ ഈ പദവിയുടേതായിട്ടുള്ള ഗോവണികൾ കയറുവാനായിട്ടോ ഒക്കെ നാം ശ്രമിച്ചാൽ നമുക്ക് ഒരിക്കലും സ്വന്തമായിട്ടുള്ള മൂല്യത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവുകയില്ല. Christian life without work is meaningless. ക്രിസ്തീയ ജീവിതം വേലയില്ലാതെ അർത്ഥശൂന്യമാകുന്നു. But work must never become the meaning of our life. എന്നാൽ വേല ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമോ അർത്ഥവുമായി മാറരുത്. Our identity is in Christ and not in work. നമ്മുടെ വ്യക്തിത്വം ക്രിസ്തുവിലാകുന്നു, അല്ലാതെ വേലയിലല്ല. Take a minute to think about what are you chasing after? ഇന്ന് ഒരു നിമിഷം എടുത്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചാട്ടെ, നിങ്ങൾ എന്തിനു പുറകെ ഓടുന്നു? And why are you chasing after? എന്തുകൊണ്ട് നിങ്ങൾ അതിനു പുറകെ ഓടുന്നു? Why do you do what you do? നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു? Think from your heart, what defines your identity? Does Jesus define your identity or does your work define your identity? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ചിന്തിച്ചാട്ടെ, യേശു ആകുന്നോ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിർവചിക്കുന്നത്, അതോ നിങ്ങളുടെ വേലയാകുന്നു? Where do you derive your self-worth and your security? നിങ്ങളുടെ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൂല്യവും നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാകുന്നു? Story is told about a thief who broke into a jewelry shop.
ഒരു ആഭരണ കടയിലേക്ക് കയറിയ ഒരു കള്ളന്റേതായിട്ടുള്ള കഥ ഇപ്രകാരമുണ്ട്. He did not steal anything but simply rearranged the price tags. താൻ ഒരു ആഭരണവും താൻ മോഷ്ടിച്ചില്ല, എന്നാൽ അതിൻ്റെതായിട്ടുള്ള വിലയുടേതായിട്ടുള്ള ടാഗുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിച്ചു. He changed the price tag of expensive jewelry into very low price. വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങളതായിട്ടുള്ള ആ വിലയുടേതായിട്ടുള്ള സൂചികകളെല്ലാം താൻ മാറ്റി വേറെ വില കുറഞ്ഞതിൽ വെക്കുകയുണ്ടായി. The next day morning, he came and he bought the expensive jewelry where the price tag was changed. അടുത്ത ദിവസം താൻ വന്നുകൊണ്ട് ആ വിലയുടേതായിട്ടുള്ള ടാഗുകളെല്ലാം മാറ്റിവെച്ച വില കൂടിയതായിട്ടുള്ള ആ ആഭരണങ്ങൾ താൻ മേടിക്കുകയുണ്ടായി. And then he sold the expensive jewelry which he bought in low price with a high price. അതിനുശേഷം താൻ വില കൂടിയതായിട്ടുള്ള ആഭരണങ്ങൾ വളരെ തുച്ഛമായ വിലയ്ക്ക് മേടിച്ചത് താൻ വലിയ വിലയ്ക്ക് മാറ്റി വിൽക്കുകയുണ്ടായി. The point of the story is very obvious. ഈ കഥയുടേതായിട്ടുള്ള ഗുണപാഠം വളരെ സ്പഷ്ടമാണ്. Do not allow anything to put a price tag on you. നിങ്ങളുടെ മേൽ ഒന്നിനും ഒരു വില വെക്കുവാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. Do not allow your work to put a price tag on you. നിങ്ങളുടെ വേല നിങ്ങളുടെ മേൽ ഒരു വില ഇടുവാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. You are not defined by your work. നിങ്ങളുടെ വേലയല്ല നിങ്ങളെ നിർവചിക്കുന്നത്. Out of a self ambition early in my career, എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം കാരണം എന്റെ ജോലി ജീവിതത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ one thing that I regret, ഞാൻ ഒരു കാര്യം ഇപ്പോൾ അതിൽ വ്യസനിക്കുന്നു. I once had an argument with my boss's boss. എന്റെ ബോസിന്റെ ബോസുമായിട്ട് ഒരു സമയത്ത് ഞാൻ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടു. It was for a promotion. അത് ഒരു ജോലി കയറ്റത്തിനായിട്ടായിരുന്നു. It was bad. അത് വളരെ മോശമായിരുന്നു. I was filled with pride, with jealousy, and with a self ambition. എനിക്ക് അസൂയയും അതോടൊപ്പം തന്നെ അഹങ്കാരവും അതോടൊപ്പം തന്നെ വലിയ ആഗ്രഹവുമായിരുന്നു. The only outcome that I got out of it അതിൽ നിന്ന് എനിക്ക് ലഭിച്ചതായിട്ടുള്ള ഫലം ഇതായിരുന്നു. was sleepless night, എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ, with guilt, കുറ്റബോധം, with broken relationship, തകർന്നതായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ, and feeling miserable. അതോടൊപ്പം തന്നെ വളരെ പ്രയാസമകത്ത് അനുഭവിക്കുകയും ചെയ്തു. I did not get the promotion too. എനിക്ക് ആ സ്ഥാനക്കയറ്റം ലഭിച്ചതുമില്ല. Little did I realize promotion does not come from east or west, but it comes from the Lord. എനിക്ക് ആ സമയത്ത് അറിയുകയില്ലായിരുന്നു സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് കിഴക്കു നിന്നുമല്ല പടിഞ്ഞാറുമെന്നല്ല, എന്നാൽ കർത്താവിൽ നിന്നാകുന്നു. I had my self-worth anchored at my work. എന്റേതായിട്ടുള്ള മൂല്യം ഞാൻ ഉറപ്പിച്ചു വെച്ചിരുന്നത് എന്റെ ജോലിയിലായിരുന്നു. God designed us uniquely for different purposes. ദൈവം വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾക്കായിട്ട് നമ്മളെ തനതായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. And part of unfolding those purposes, He brings in the work element too. അതിൽ ഒരുപാട് പദ്ധതികൾ ദൈവം വെളിപ്പെടുത്തുന്നത് ജോലിയുടേതായിട്ടുള്ള മണ്ഡലത്തിലുമാകും. But He doesn't want us to be putting our security or self-worth on this work. എന്നാൽ അതിനായിട്ട് ഈ വേലയിൽ നമ്മുടേതായിട്ടുള്ള സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ നമ്മുടെ മൂല്യവും അതിൽ ചേർത്ത് ഉറപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. So the first principle to operate out of rest is to remember that you are worth more than your work. അപ്പോൾ സ്വസ്ഥതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് നാം നമ്മുടെ വേലയേക്കാൾ വളരെ വിലയുള്ളവരാകുന്നു. The second principle I want you to remember is to dwell in the will of God. രണ്ടാമതായിട്ട് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ള പോയിന്റ് ഇതാകുന്നു: നിങ്ങൾ ദൈവഹിതത്തിൽ വസിക്കുന്നവരാകണം. God ordained the work for you. ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള വേല ക്രമീകരിച്ചിരിക്കുന്നു. He gives each one of us assignment. ദൈവം ദൗത്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. Ephesians chapter 2 verse 10 says, "You are God's handiwork." എഫെസ് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നാം ദൈവത്തിന്റെ കൈപ്പണിയായിരിക്കുന്നു. You are God's handiwork, created in Christ Jesus to do good works which God prepared in advance for you. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. God has a unique call and an assignment over your life. നിങ്ങളെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിളിയും ദൗത്യവും ദൈവത്തിനുണ്ട്. Seek for it. അതിനുവേണ്ടി നിങ്ങൾ അന്വേഷിക്കുക. Don't assess the work opportunity the way the world does. ലോകം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ജോലിയെ നിങ്ങൾ സമീപിക്കരുത്. Because the way the world evaluates work opportunity is very different. ജോലിയുടേതായിട്ടുള്ള അവസരങ്ങളെ ലോകം വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാകുന്നു. They talk about pay package, അവർ ശമ്പളത്തെ കുറിച്ച് അവർ പറയുന്നു, your job title, അല്ലെങ്കിൽ സ്ഥാനത്തെ അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ പദവിയെ കുറിച്ച് പറയുന്നു, your comparison with your friends and others. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നോക്കുന്നു. They talk about the prestige, അതിലുള്ള ബഹുമാനത്തെ കുറിച്ച് പറയുന്നു, the false sense of security that the job could bring in. ജോലിക്ക് നൽകുവാൻ കഴിയുന്ന വളരെ തെറ്റായിട്ടുള്ള സുരക്ഷിതത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു.
But in kingdom of God, it's very different. എന്നാൽ ദൈവരാജ്യത്തിൽ ഇത് തീർത്തും വ്യത്യസ്തമായിരിക്കും. As sons or daughters of God, we are to seek the will of God for our work. ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നാം ദൈവഹിതം അന്വേഷിച്ച് നമ്മുടെ വേലയെ സംബന്ധിച്ച് നാം അറിയേണ്ടിയിരിക്കുന്നു. We recognize we have God's purpose and a call and an assignment over our life. നാം അംഗീകരിക്കുന്നു ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതി, ദൈവത്തിൻ്റെതായിട്ടുള്ള വിളി, ദൈവത്തിൻ്റെതായിട്ടുള്ള ദൗത്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. God does not give us a job, He calls us for an assignment. ദൈവം നമുക്കൊരു ജോലി അല്ല നൽകുന്നത്, എന്നാൽ ദൈവം നമുക്ക് നൽകുന്നത് ദൗത്യമാകും. You might be thinking, so how do I know that? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, അത് എങ്ങനെ എനിക്ക് അറിയുവാൻ കഴിയും? I want to tell 3 things there. 3 കാര്യം അതിനായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാകും. 1, get yourself rooted in the right identity in Christ. ഏറ്റവും ആദ്യമായിട്ട് ക്രിസ്തുവിലുള്ള ശരിയായിട്ടുള്ള വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ വേരൂന്നി വളരുക. Get yourself secure as son of God. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ആ സത്യത്തിലേക്ക് നിങ്ങൾ സുരക്ഷിതരാകുക. And that would give us the foundation to understand the will of God. അത് ദൈവഹിതം മനസ്സിലാകുവാനായിട്ടുള്ള അടിസ്ഥാനം നമുക്ക് നൽകുന്നു. Second, know your potential. രണ്ടാമതായിട്ട് നിങ്ങളുടെ സാധ്യതകളെ നിങ്ങൾ മനസ്സിലാക്കുക. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? You're wired with gifts and talents and abilities and desires. നിങ്ങൾ താലന്തുകളുമായിട്ടും കഴിവുകളുമായിട്ടും സാധ്യതകളുമായിട്ടും ആഗ്രഹങ്ങളുമായിട്ടും ദൈവം നിങ്ങളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. And He has given that and He's deposited that in your life. അത് ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ അകത്ത് നിക്ഷേപങ്ങളായി വെച്ചിരിക്കുന്നു. There is no one who can say, I don't have a gift or a talent or a deposit in my life. എന്റെ അകത്ത് ഒരു താലന്തില്ല, എന്റെ അകത്തൊരു കഴിവില്ല, ഒരു നിക്ഷേപമില്ല എന്ന് പറയുവാൻ കഴിയുന്ന ആരുമില്ല. Bible says He gives gifts to all for common good. വചനം പറയുകയാകുന്നു, പൊതുവായിട്ടുള്ള നന്മയ്ക്കായിട്ട് ദൈവം എല്ലാവർക്കും വരങ്ങളെ നൽകിയിരിക്കുന്നു. He's given a potential inside of you. നിങ്ങളുടെ അകത്ത് ദൈവം ചില സാധ്യതകളെ നിക്ഷേപിച്ചിരിക്കുന്നു. You have secure in your identity നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾ ഉറപ്പോടെ സുരക്ഷിതരായിരിക്കുന്നു. and He has deposited a potential inside of you. നിങ്ങളുടെ അകത്ത് ദൈവം ചില സാധ്യതകളെ നിക്ഷേപിച്ചിരിക്കുന്നു. Then He gives you a desire അതിനുശേഷം ദൈവം നിങ്ങൾക്കൊരു ആഗ്രഹം നൽകുന്നു. that turns out to be a passion of your life. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ ആവേശമായി മാറുന്നു. A strong passion ഒരു വളരെ ശക്തമായിട്ടുള്ള ആവേശം. to work towards something. എന്തോ ചില കാര്യങ്ങൾക്കായി വേല ചെയ്യുവാൻ. So you have your identity, അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വമുണ്ട്, you have your potential, നിങ്ങളുടെ സാധ്യതയുണ്ട്, and you have a passion to do something. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തോ ചെയ്യുവാനായിട്ടുള്ള വലിയൊരു ആവേശവുമുണ്ട്. When this 3 comes to meet a need of this world, ഈ ലോകത്തിന്റെ ഏതോ ഒരു ആവശ്യത്തിന് പരിഹാരമായിട്ട് ഈ 3 കൂടെ ഒന്നിച്ചു വരുമ്പോൾ you find a purpose. നിങ്ങൾ അതിലൊരു പദ്ധതി കണ്ടെത്തുന്നു. And that you will realize is the call of your life. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിളിയായി നിങ്ങൾ മനസ്സിലാക്കുന്നു. The day when I received Christ, ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ആ നാൾ I started being secure in God's love ദൈവത്തിന്റെ സ്നേഹത്തിൽ ഞാൻ സുരക്ഷിതനായി വളരുവാൻ തുടങ്ങി. and started seeking God for His will. ദൈവത്തിന്റെ ഹിതത്തിനായി ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങി. And the Lord showed me the potential that He had deposited in me, ദൈവം എന്റെ അകത്ത് നട്ടിരിക്കുന്ന നിക്ഷേപിച്ചിരിക്കുന്നതായുള്ള സാധ്യതകളെ ദൈവം വെളിപ്പെടുത്തുവാൻ തുടങ്ങി. which for about 17 years I have never realized that. അത് 17 വർഷത്തോളം എനിക്ക് അറിയുകയില്ലായിരുന്നു. He had given me the ability to teach, എനിക്ക് പഠിപ്പിക്കുവാനായിട്ടുള്ള കഴിവ് ദൈവം തന്നിരുന്നു. but all my life I was shy. എന്നാൽ ഞാൻ എന്റെ ജീവിതത്തിലെ ആ സമയം വരെയും ഞാൻ അല്പം ലജ്ജിച്ചിരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. I will be afraid to talk to people. വ്യക്തികളോട് സംസാരിക്കുവാനായിട്ട് എനിക്ക് ഭയമായിരുന്നു. But the potential that He gave me was to teach. എന്നാൽ ദൈവം എനിക്ക് തന്ന സാധ്യതയാണെങ്കിലോ കഴിവാണെങ്കിലോ പഠിപ്പിക്കുവാനായിരുന്നു. And slowly He gave me the desire to talk to people. അതോടൊപ്പം തന്നെ ദൈവം വ്യക്തികളോട് സംസാരിക്കുവാനായിട്ടുള്ള ആഗ്രഹം പതുക്കെ എനിക്ക് നൽകുവാൻ തുടങ്ങി. So being secure in God, അപ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തിൽ സുരക്ഷിതനായി, the potential started to be revealed, ദൈവത്തിൻ്റെതായിട്ടുള്ള സാധ്യത എന്നിൽ വെളിപ്പെടുവാൻ തുടങ്ങി. and the passion and the desire started building up. വ്യക്തികളോട് ആ താല്പര്യപ്പെടുവാനായിട്ടുള്ള അല്ലെങ്കിൽ സംസാരിക്കുവാനായിട്ടുള്ള ആഗ്രഹം അതും വളരുവാൻ തുടങ്ങി. And I saw the need to teach. എനിക്ക് അവിടെ പഠിപ്പിക്കേണ്ട ആവശ്യവും കണ്ടെത്തുവാൻ തുടങ്ങി. All came together, ഇതെല്ലാം ഒന്നിച്ചു വന്നപ്പോൾ and I started facilitating programs, അപ്പോൾ ഞാൻ പ്രോഗ്രാമുകളെല്ലാം ഞാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുവാൻ തുടങ്ങി. which I would have never dreamt in my life that was the call over my life. എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സ്വപ്നം പോലും കാണുവാൻ കഴിയുകയില്ലായിരുന്നു ഇത് എന്റെ ജീവിതത്തിന്റെ വിളിയാണ് എന്നുള്ളത്. There is a perfect will and purpose of God over your life, നിങ്ങളുടെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിന്റെ വളരെ തികഞ്ഞതായിട്ടുള്ള ഒരു വിളിയുണ്ട്, പദ്ധതിയുണ്ട്. and His
equipped with everything that you require to fulfill this purpose. ആ പദ്ധതി നിവൃത്തിയാകുവാൻ തക്കവണ്ണം ആവശ്യമായതെല്ലാം ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. He's given the grace over your life. നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആവശ്യമായിരിക്കുന്ന കൃപ ദൈവം നൽകിയിരിക്കുന്നു. He's made you favorable in the sight of men and sight of God. ദൈവത്തിന് മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും നിങ്ങൾക്ക് ദൈവപ്രീതിയുണ്ട്. And He's anointed you just the way He's anointed Bezalel. ബസലേലിനെ എപ്രകാരം ദൈവം അഭിഷേകം ചെയ്തു അതുപോലെ ദൈവം നിങ്ങളെയും അഭിഷേകം He ചെയ്തിരിക്കുന്നു. grants you the wisdom. ദൈവം നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. And He promises His presence അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം വാഗ്ദത്തം ചെയ്യുന്നു. to do His will and fulfill His purpose in your life. ദൈവത്തിന്റെ ഹിതം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കുവാൻ തക്കവണ്ണം Don't run away from God's purposes over your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകരുത്. I want to read from James chapter 3 verse 13 to 18. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. Seek to do God's will. ദൈവഹിതം ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുക. Restrain yourself from doing the way the world does. ലോകം ചെയ്യുന്ന രീതിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവർത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവുമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവൻ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. It's one thing to seek the will of God. ദൈവഹിതം അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാകും. It is another thing to stay in the will of God. എന്നാൽ ദൈവഹിതത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. And to stay in the will of God is a conscious choice to stay away from the worldly wisdom. ദൈവഹിതത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ ഉദ്ദേശശുദ്ധിയോടെ നാം ചെയ്യേണ്ട ഒരു കാര്യമാകുന്നു. ലോകപരമായ കാര്യത്തിൽ നിന്ന് നാം മാറി നടന്നേ മതിയാകും. What does the earthly wisdom look like in a person? ഒരു വ്യക്തിയിലുള്ള ഭൗമികമായിട്ടുള്ള ജ്ഞാനം എപ്രകാരമായിരിക്കും? You will be jealous of competitors. നിങ്ങൾക്ക് മത്സര ബുദ്ധി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. You would be ruthless in dealing with people. വ്യക്തികളുമായിട്ട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾ വളരെ ക്രൂരമായ രീതിയിലായിരിക്കാം. You might be very self-centered. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സ്വാർത്ഥനായിരിക്കും. You might be proud about the wisdom that you're operating in. നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആ ജ്ഞാനത്തിന്റെ മണ്ഡലത്തെക്കുറിച്ച് നിങ്ങൾ വളരെ അഹങ്കാരിയായിരിക്കും. And this verse says in such places there is disorder. ഇവിടെ ഈ വാക്യം ഇങ്ങനെ പറയുന്നു, ആ സ്ഥാനങ്ങളിൽ അവിടെ കലക്കമുണ്ട്. But what does the wisdom of God bring? എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം എന്ത് കൊണ്ടുവരുന്നു? It brings purity, അത് നിർമ്മലത കൊണ്ടുവരുന്നു. free from defilements. അവിടെ യാതൊരു വിധമായിട്ടുള്ള മലിനതയുമില്ല. It is peace loving, peace practicing and peace yielding. അത് സമാധാനം സ്നേഹിക്കുന്നതാകുന്നു, അത് സമാധാനം ആചരിക്കുന്നതാകുന്നു, സമാധാനത്തോടെ കീഴ്പ്പെടുന്നതാകുന്നു. It is considerate. അത് മറ്റുള്ളവരെ കരുതുന്നതാകുന്നു. It is submissive to authorities. അത് അധികാരികൾക്ക് വിധേയപ്പെടുന്നതാകുന്നു. And it brings good fruit. അത് നല്ല ഫലം കൊണ്ടുവരുന്നു. It would reflect the fruit of the Spirit. അത് പരിശുദ്ധാത്മ ഫലത്തെ വെളിപ്പെടുത്തുന്നു. Heavenly wisdom manifest in godly works. സ്വർഗീയമായിട്ടുള്ള ജ്ഞാനം ദൈവികമായിട്ടുള്ള വേലയിൽ വെളിപ്പെടുന്നു. The character of this wisdom is wonderful. ഈ ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം വളരെ മനോഹരമാകുന്നു. It's full of love. അത് സ്നേഹത്താൽ നിറഞ്ഞതാകുന്നു. It's a giving heart. അത് നൽകുന്ന ഹൃദയമാകുന്നു. It is consistent with the holiness of God. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള വിശുദ്ധിയുമായിട്ട് നിലനിൽക്കുന്നതാകുന്നു. And when we practice this at our workplace, ഇത് നമ്മുടെ ജോലി മേഖലകളിൽ നാം പ്രകാരം പ്രവർത്തിക്കുമ്പോൾ we would be of questionable nature. നാം നമ്മുടെ ജോലിയിൽ വളരെ മികവ് പുലർത്തുന്നവരായി മാറും. That's exactly what happened with Daniel. അത് തന്നെയാകുന്നു ദാനിയേലിനും സംഭവിച്ചത്. He had a questionable nature. തനിക്ക് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ആത്മാവുണ്ടായിരുന്നു. When we reflect the will of God by the wisdom of God, ദൈവത്തിൻ്റെതായിട്ടുള്ള ഹിതത്തെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നാം വെളിപ്പെടുത്തുമ്പോൾ and doing good works നല്ല വേല ചെയ്തുകൊണ്ട് out of the rest that God gives us, ദൈവം നമുക്ക് നൽകുന്ന സ്വസ്ഥതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ I want to assure you, people around you will come and question you. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ വന്നുകൊണ്ട് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കും, How can you do this? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യുവാൻ കഴിയുന്നു? How are you able to sleep in the storm? ഈ കൊടുങ്കാറ്റിന് മധ്യ നിങ്ങൾക്ക് എങ്ങനെ ഉറങ്ങുവാൻ കഴിയുന്നു? How
How is there so much peace on your face? നിങ്ങളുടെ മുഖത്ത് എങ്ങനെ ഇത്രമാത്രം സമാധാനമുണ്ട്? Where are you getting these ideas from? ഈ ആശയങ്ങളെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? How can you stay so calm? ഇങ്ങനെ ശാന്തനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിയുന്നു? How can you be so tolerant to people? വ്യക്തികളോട് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയുന്നു? And that's yours and mine opportunity to reveal the glory of God. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമുള്ള അവസരങ്ങളാകുന്നു അവ. God is inviting us to operate out of the rest that He gives us. ദൈവം നമ്മെ ക്ഷണിക്കുകയാകുന്നു, ദൈവം നമുക്ക് നൽകുന്ന സ്വസ്ഥതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായി. Take a minute to ponder upon the work that you are doing currently. ഒരു മിനിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെക്കുറിച്ച് ചിന്തിച്ചാട്ടെ. Does your work reflect the good nature of God? ദൈവത്തിൻ്റെതായിട്ടുള്ള നല്ലതായിട്ടുള്ള സ്വഭാവം നിങ്ങളുടെ ജോലി മേഖലയിൽ വെളിപ്പെടുന്നുണ്ടോ? Does your work bring in questions in the people's mind? വ്യക്തികളുടെ ഹൃദയത്തിൽ നല്ല ചോദ്യങ്ങൾ നിങ്ങളുടെ ജോലി മുഖാന്തരം ഉണ്ടാകുന്നുണ്ടോ? If not, let's take a minute to get back to the Lord and say, Lord, I want to operate out of the rest in you. ഇല്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ സ്വസ്ഥതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ. So the first thing that we saw was you are worth more than your work. അപ്പോൾ ആദ്യമായി നാം കണ്ട കാര്യം ഇതായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ വേലയേക്കാൾ വിലയുള്ളവരാകുന്നു. Second thing that we saw was to dwell in the will of God. രണ്ടാമതായിട്ട് നാം കണ്ടത് നിങ്ങൾ ദൈവഹിതത്തിൽ നാം വസിക്കുന്നവരായിരിക്കണം. And the third thing I want to bring to you today മൂന്നാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം is do everything for the audience of one. ഒരു ഓഡിയൻസിനായിട്ട് നിങ്ങൾ എല്ലാം ചെയ്താട്ടെ. Whatever your hand finds to do, do it unto the Lord. നിങ്ങളുടെ കരം എന്ത് ചെയ്യുവാനായിട്ട് കിട്ടുന്നുവോ അല്ലെങ്കിൽ കാണുന്നുവോ അത് കർത്താവിന് എന്നവണ്ണം ചെയ്താട്ടെ. Not unto men, മനുഷ്യർക്കായിട്ടല്ല, but unto God. എന്നാൽ ദൈവത്തിനായിട്ട്. God called Abraham at one point. He appeared and said, I am God Almighty. Walk before me blameless. ദൈവം ഒരു സമയത്ത് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറയുന്നു, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുക. Though Abraham was father of nations, അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായിരുന്നുവെങ്കിലും, but he was playing for an audience of one. എന്നാൽ ഒരു വ്യക്തിക്ക് മുമ്പാകെ ആയിരുന്നു അബ്രഹാം ജീവിച്ചുകൊണ്ടിരുന്നത്. Behind that voice there was a face. ആ ശബ്ദത്തിന് പുറകിലായിട്ട് ഒരു മുഖമുണ്ടായിരുന്നു. Behind the face there was the heart of God. ആ മുഖത്തിന് പുറകിലായിട്ട് ദൈവത്തിന് ഹൃദയമുണ്ടായിരുന്നു. Everything that he did was to serve this one God. അബ്രഹാം ചെയ്തതെല്ലാം ഈ ഏക ദൈവത്തിന് വേണ്ടിയുള്ളതായിരുന്നു. Whatever you are doing, നിങ്ങൾ ഇന്ന് എന്തെല്ലാം ചെയ്യുന്നുവോ, you want to operate it out of the rest, അത് നിങ്ങൾക്ക് സ്വസ്ഥതയിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ ആഗ്രഹമുണ്ടോ? then do it unto the audience of one. അങ്ങനെയെങ്കിൽ ദൈവത്തിനായിട്ട്, ആ ഒരു ഓഡിയൻസിനായിട്ട് നിങ്ങൾ ചെയ്താൽ. It doesn't matter what kind of work environment you are in. നിങ്ങൾ ഏത് ജോലി പശ്ചാത്തലത്തിലായിരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. In that given environment, work for the audience of one. നിങ്ങൾ ആ പശ്ചാത്തലത്തിൽ യേശുവിനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിനായിട്ട് നിങ്ങൾ ചെയ്താട്ടെ. Think about the work environment of Joseph. യോസേഫിൻ്റെതായിട്ടുള്ള ജോലി പശ്ചാത്തലം നിങ്ങൾ ചിന്തിച്ചാട്ടെ. He was in the pit. താൻ ഒരു കുഴിയിലായിരുന്നു. Then he was in the prison. അതിനുശേഷം കാരാഗൃഹത്തിൽ. Then he was in the Potiphar's house. അതിനുശേഷം പൊത്തിഫേറിൻ്റെതായിട്ടുള്ള ഭവനത്തിൽ. Not a great work environment. അവിടെ ഒന്നും വലിയ ജോലിയുടേതായിട്ടുള്ള മികച്ച സാഹചര്യങ്ങളല്ല. But he was doing it for the audience of one. എന്നാൽ താൻ ദൈവത്തിന് വേണ്ടിയാകുന്നതെല്ലാം ചെയ്തത്. Think about Daniel. ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ചാട്ടെ. He was in a training in a place where he never wanted to be. തനിക്ക് ഒരിക്കലും ആഗ്രഹമില്ലാത്ത സ്ഥലത്ത് താൻ പരിശീലനത്തിനായി. In that environment, he was serving the audience of one. ആ പശ്ചാത്തലത്തിലും താൻ ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. Maybe he's in the palace. താൻ ചിലപ്പോൾ കൊട്ടാരത്തിലായിരുന്നിരിക്കാം. Maybe he's in the den. അല്ലെങ്കിൽ സിംഹത്തിൻ്റെതായിട്ടുള്ള കുഴിയിലായിരുന്നിരിക്കാം. What really mattered was you are serving the audience of one. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഓഡിയൻസിന് വേണ്ടി നിങ്ങൾ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ വേല ചെയ്യുക എന്നുള്ളതാകും. Don't let the environment bother you. നിങ്ങളുടേതായിട്ടുള്ള ജോലി പശ്ചാത്തലത്തെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനായിട്ട് അനുവദിക്കരുത്. But keep your eyes fixed on the author and the perfecter of your faith. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിട്ടുള്ള യേശുവിൽ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ഉറപ്പിച്ചാട്ടെ. I believe that he is releasing his grace and favor and his anointing upon you to be able to keep you focused on the audience of one. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇന്ന് ദൈവത്തിൻ്റെതായിട്ടുള്ള കൃപയും ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രീതിയും അഭിഷേകവും ഈ ഒരു ഓഡിയൻസ്, ദൈവമാകുന്ന ഒരു ഓഡിയൻസിന് വേണ്ടി വേല ചെയ്യുവാനായിട്ട് ഇന്ന് നമ്മുടെ മേൽ പകരുന്നു. Because in you and through you his name would be glorified. നിങ്ങളിലും നിങ്ങളിലൂടെയും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. It is not for us to strive in our work, but it is for us to rest in God.
നാം നമ്മുടെ ജോലിയിൽ നാം പ്രയാസപ്പെടുവാനായിട്ടല്ല, എന്നാൽ ദൈവത്തിന്റെ സ്വസ്ഥതയിലായിരിക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്നു. And in that rest, we will be pleasing unto God. ആ സ്വസ്ഥതയിൽ നാം ദൈവത്തിന് വളരെ പ്രസാദകരമായിരിക്കും. And that we will fulfill the will of God. അങ്ങനെ നാം ദൈവഹിതത്തിനെ നാം നിവൃത്തിയിലേക്ക് കൊണ്ടുവരും. And when we go back to Him, He will say, "Well done, good and faithful servant." അങ്ങനെ നാം തിരിച്ച് ദൈവത്തിൻ്റെതായിട്ടുള്ള സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം ഇപ്രകാരം പറയും, നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസനെ. That's one thing that we are aiming for. നാം പ്രത്യേകമായി ലക്ഷ്യമാക്കുന്ന ഒരു കാര്യം അതാകും. Everything else doesn't matter. മറ്റൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. Because everything else would fail. കാരണം മറ്റെല്ലാം പരാജയപ്പെട്ടു പോകും. But we will live with our Lord for eternity. എന്നാൽ നാം നിത്യതയോളം നാം യേശുവിന്റെ കൂടെ നാം ജീവിക്കും. I want to invite you to relook at your work. ഞാൻ ഇന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ താല്പര്യപ്പെടുത്തുകയാകും നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ചിന്തിക്കുവാനായി. At your home, നിങ്ങളുടെ ഭവനങ്ങളിൽ, maybe in your school, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, maybe at your business, നിങ്ങളുടെ ബിസിനസ്സിൽ, maybe at your ministry. നിങ്ങളുടെ ശുശ്രൂഷകളിൽ Align everything into the presence of God and into the will of God. എല്ലാ കാര്യങ്ങളെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കും ദൈവഹിതത്തിലേക്കും നിങ്ങൾ ക്രമപ്പെടുത്തിയാണ്. You are more precious than your work. നിങ്ങളുടെ വേലയേക്കാൾ നിങ്ങൾ എത്രയോ വിലപിടിപ്പുള്ളവരാകും. Your identity is in Christ, not in your work. നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിലാകുന്നു, നിങ്ങളുടെ വേലയിലല്ല. Make it a habit to dwell in the will of God. ദൈവഹിതത്തിൽ ഉറച്ചു നിൽക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവമായി മാറ്റുക. Every day focus on the audience of one. എല്ലാ ദിവസവും ഈ ഒരു ഓഡിയൻസിന് വേണ്ടി ജീവിക്കുവാൻ, ശുശ്രൂഷിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. Operate your work from the rest of God. നിങ്ങളുടെ വേല ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുക. God wants to bring an increase in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വർധനവ് ആഗ്രഹിക്കുന്നു. We're going to take some time to pray. നാം ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ അല്പസമയം എടുക്കുന്നു. If anyone is finding it a struggle at workplace, നിങ്ങളുടെ ജോലി സ്ഥലത്ത് ആരെങ്കിലും നിങ്ങൾ വളരെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, Father, we pray that there would be grace upon their situation. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുമാറാകട്ടെ. Wherever there is an alignment that is required to your will and purpose, Father, release your word that we would align our work to your purpose. അങ്ങയുടെ ഹിതത്തിലേക്കും അങ്ങയുടെ പദ്ധതിയിലേക്കും ഒരു ക്രമീകരണം എവിടെയെല്ലാം ആവശ്യമായിരിക്കുന്നു, കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അതിനായിട്ട് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. If we have put our trust in the work, കർത്താവെ, വേലയിൽ ഞങ്ങൾ അധികമായി ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ, Father, please forgive us. ഞങ്ങളോട് ക്ഷമിക്കുമാറാകണം. We want to let you know, Father, that we trust you. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പറയുന്നു, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ വിശ്വസിക്കുന്നു. We derive our sense of security from you. ഞങ്ങളുടെ സുരക്ഷിതത്വം ഞങ്ങൾ അങ്ങിൽ നിന്ന് പ്രാപിക്കുന്നു. Because of your promise, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ മുഖാന്തരം, because of your nature, അങ്ങയുടെ സ്വഭാവം മുഖാന്തരം, because of the purpose that you have over our life. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന്മേൽ വെച്ചിരിക്കുന്ന പദ്ധതികൾ കാരണം Forgive us for trusting work and the things of this world. കർത്താവെ, ഈ ലോകത്തിൻ്റെതായുള്ള കാര്യങ്ങളിലും ജോലിയിലും കർത്താവെ ആശ്രയിച്ചതിനായിട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. We will trust you alone, Father. ഞങ്ങൾ അങ്ങയെ മാത്രം ആശ്രയിക്കും, വിശ്വസിക്കും. Father, there are many who is struggling to know the will of God. പിതാവേ, ദൈവഹിതം അറിയുവാനായിട്ട് ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ. Father, this day we would release that your will would be revealed to people. കർത്താവെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ഹിതം വ്യക്തികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമേ. That the eyes of our heart would be open to understand the will of God. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് ദൈവത്തിന്റെ ഹിതം മനസ്സിലാകുവാൻ കഴിയുമാറാകട്ടെ. Lord, those who are struggling to understand their potential, I pray, Father, reveal the potential that you have deposited in people. കർത്താവെ, തങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കുവാൻ പ്രയാസപ്പെടുന്നവരുടെ മേൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് അത് വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമേ. Father, in our daily walk, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പിതാവേ, in our daily activities, ഞങ്ങളുടെ ഓരോ ദിവസവുമുള്ള പ്രവർത്തികളിൽ we want to fix our eyes on you. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങിൽ ഉറപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to do everything to please you, അങ്ങയെ Father. പ്രസാദിപ്പിക്കുവാനായിട്ട് എല്ലാം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Spirit of God, I pray that there would be grace that would abound our situation. പരിശുദ്ധാത്മാവെ, ഓരോരുത്തരുടെയും സാഹചര്യങ്ങളിൽ ജയിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ അങ്ങ് പകരുമാറാകണം. As sons, we would be highly favored and blessed in your sight. ദൈവ മക്കളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ നോട്ടത്തിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിലും ഞങ്ങൾ വലിയ ദൈവ പ്രീതിയുള്ളവരായിരിക്കും. Father, I pray that there would be release of an anointing upon your people. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ അഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച അങ്ങയുടെ ജനത്തിന്മേൽ ഇപ്പോൾ തന്നെ That വരുമാറാകട്ടെ. we will not struggle, but we would be enabled because of your anointing. അങ്ങയുടെ അഭിഷേക മുഖാന്തരം ഞങ്ങൾ പ്രയാസപ്പെടാതെ എന്നാൽ ഞങ്ങൾ ബലപ്പെടുകയുണ്ടാകും. Father, I pray, bless the work of our hands. കർത്താവെ,
കർത്താവെ ഞങ്ങളുടെ കരങ്ങളുടെ വേലയെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. Cause much multiplication. വലിയ പെരുക്കത്തിന്റെ അനുഭവം കൊണ്ടുവരുമാറാകണം. Father, I pray that you would be glorified in our workplaces. ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Father, we pray that you would be glorified in our workplaces. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. You be glorified, O God. അങ്ങ് മഹത്വപ്പെടുമാറാകട്ടെ. In Jesus' mighty name we pray. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Work from the rest of God. ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നിന്നുകൊണ്ട് നിങ്ങൾ വേല ചെയ്യുക. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.